അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ഇന്നലെ രാത്രി നേരം വെളുക്കണ വരെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഞാൻ സുബൈക്ക് എണീക്കുന്ന സമയത്തൊക്കെ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക. മഴ കഴിഞ്ഞിട്ടുള്ള രാവിലെകൾക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ, ഒരു സൈലന്റ് മൂഡ്. രാത്രി മുഴുവൻ പെയ്ത മഴയൊക്കെ കഴിഞ്ഞ് രാവിലെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ലോകം ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെളുപ്പിച്ച് വെച്ച പോലെ തോന്നും. ചെടിയുടെ ഇലകളിലൊക്കെ വെള്ളത്തുള്ളികളും ആ ഒരു മണ്ണിൻ്റെ മണവും ആ ഒരു കാറ്റിൻ്റെ തണുപ്പും അപ്പൊക്കെ തോന്നും നമ്മുടെ ജീവിതം ഇതേപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനേന്ന് വിചാരിക്കൂട്ടോ ചിലപ്പം. അതായത് ഇന്നലെ വരെ ഉണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും മനസ്സിലുണ്ടായിരുന്ന കുറേ ഭാരവും ചില പറയാൻ പറ്റാത്ത ചിന്തകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള, അതൊക്കെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മഴ ഇങ്ങനെ പെയ്തിട്ട് അതൊക്കെ ഒന്ന് കഴുകി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. ഇവിടെ വീടിനകത്ത് ഭയങ്കര രസമാണ് കേട്ടോ. അതിന് 3 കാരണങ്ങളാണുള്ളത്. അത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളിപ്പോൾ ഒരു വീടൊക്കെ പണിയുവാണെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ വീടിനകത്ത് ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം ലൈറ്റിങ് തന്നെയാണ്. അതായത് നാച്ചുറൽ ലൈറ്റ്, ഉള്ളിലേക്ക് വരുന്ന ലൈറ്റ്, പുറത്തുള്ള സൺലൈറ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്തിരിക്കുമ്പോഴും നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ കേട്ടോ, നമ്മളിങ്ങനെ വീടിനകത്തിരിക്കുമ്പോൾ വീട്ടിലിങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. പറയുമ്പോൾ നമ്മൾ വീടിനകത്താണ്, പുറത്തുള്ളവർക്ക് നമ്മൾ വീടിനകത്താണ്, അവരെ നമ്മളെ കാണണമെന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വീടിനകത്താണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ അകത്തിരുന്നുകൊണ്ട് തന്നെ പുറത്താണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, വീടിനകത്ത് നമ്മൾ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. എത്രത്തോളം പച്ചപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത് വീടിനകത്തും പുറത്തൊക്കെ. ഇപ്പോൾ ജനലിൽ കൂടെ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ പറയുക, ഒരു രസം ഉണ്ടാവില്ലല്ലോ ഈ ചെടികളൊന്നും ഇല്ലെങ്കിൽ. എന്താ നമുക്ക് കണ്ണിനൊരു കുളിർമയുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ എത്രത്തോളം ചെടികൾ നിങ്ങൾക്ക് അകത്തും പുറത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാവും കേട്ടോ നിങ്ങളുടെ ലൈഫ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത്, വീടിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന കളറും അതുപോലെ തന്നെ സാധനങ്ങളുമാണ്. വീടിനകത്ത് മിനിമലായിട്ടുള്ള കളറ്, അതായത് ന്യൂട്രലായിട്ടുള്ള കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ വെക്കുന്ന സാധനങ്ങളും അങ്ങനത്തെ ആണ്. അതായത് ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ, അതായത് വാൾ ഹാങ്ങിങ്സും പെയിൻറ്റിങ്സും കുറേ ഷോ ഐറ്റംസും, ഇന്ന് കിച്ചണിലൊക്കെ ആണെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങി ഇങ്ങനെ കുത്തി നിറക്കാതെ കാലിയാക്കിയിടുക. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാലിയായ സ്പേസ് നമ്മൾ കണ്ടാൽ തന്നെ നമ്മളെ മൈൻഡും അതേപോലെ കുറേ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ക്ലട്ടറായി കിടക്കൂല, കെട്ടിക്കിടക്കൂല. കാരണം നമ്മൾ മൈൻഡും നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കാലിയായി കിടക്കണ പോലെ നമുക്ക് തോന്നും. ചുമരൊക്കെ ഇങ്ങനെ കാലിയായി കിടക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമില്ല. എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക, എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുകയൊക്കെ ചെയ്യും. കുറച്ച് കാലിയായി കിടന്നോട്ടെ, അതിനെന്താ പ്രശ്നം. അപ്പോൾ നമുക്ക് അത്രത്തോളം സമാധാനം കൂടുക ചെയ്യാം. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ, ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് ദോശയും ചട്നിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അതിൽ പണിയൊന്നുമില്ലല്ലോ, ഈസിയാണ്. അപ്പോൾ എപ്പോഴും ഈസിയായ സംഗതികൾ മാത്രമേ ഞാൻ ഉണ്ടാക്കലുള്ളൂ. ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ കാണുന്നുണ്ട്. അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു താമര വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പിങ്ക് കളർ താമര. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ, നല്ല ഭംഗിയുള്ള താമരയാണ്. ആ താമര തണ്ടൊടിഞ്ഞു അങ്ങനെ കിടന്ന കടുപ്പിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ കാറ്റും മഴയാണ് കഴിഞ്ഞത്. അപ്പോൾ ഇനി ഒരു തണ്ട്, എന്തെങ്കിലും ഒരു കമ്പ് കുത്തിയിട്ട് അതിനെ പിടിച്ച് കെട്ടണം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കട്ടൻ ചായയും കൂടെ ഇട്ട് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ഗാർഡനിലൊക്കെ ഒന്ന് കറങ്ങാൻ. അപ്പോൾ ഇപ്പോൾ അകത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി വെക്കണം. അതും കൂടെ റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കുക. ആരും ചായ, ചോറ്, വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നാലെ നടക്കില്ലല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക്, ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. പിന്നെ അപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പുറത്തു കുറേ കാര്യങ്ങൾ കേട്ടോ. നമ്മളെ മുറ്റത്ത് എന്താ പറയുക, അടുക്കള ഭാഗത്ത് ഒരു കുളം ഉണ്ടല്ലോ. അപ്പോൾ ആ കുളത്തിൽ വെള്ളം എത്രത്തോളം നിറഞ്ഞിരിക്കണം നോക്കണം. കാരണം നമുക്കത് ഒരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7-8 മാസം നമുക്ക് അതിൽ നിന്ന് തന്നെയാണ് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം നമ്മൾ അടിക്കൽ. അതായത് നമ്മളെ കിണറാണ് ആക്ച്വലി കുളമായി കിടക്കുന്നത്. അതിൻ്റെ ചാനൽ റെഗുലറായി കാണുന്നവർക്ക് അറിയണുണ്ടാവും. പക്ഷെ നമ്മൾ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, ഈ വീടിൻ്റെ
ഏറ്റവും ഭംഗിയുള്ള ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ആ കുളമാണ് കേട്ടോ. ഇന്ന് അടുക്കളയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം ആ കുളമാണ്. എന്ത് രസമാണെന്ന് അറിയാം, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുളത്തേക്ക് നോക്കി ഇങ്ങനെ ആ നിറഞ്ഞ വെള്ളം നീല കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അവിടേക്ക് നോക്കി ഇങ്ങനെ പണിയെടുക്കാനൊക്കെ. അപ്പോൾ ആ കുളത്തിൽ സമ്മറായിട്ട് ഇപ്പോൾ നമ്മൾ കുഴൽക്കിണറിൽ നിന്നാണ് 2-3 മാസം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുളത്തിലെ വെള്ളം ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ 1-2 മഴയൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ എത്രത്തോളം വെള്ളം പൊങ്ങി എന്നൊന്ന് കാണണം കേട്ടോ. ആക്ച്വലി അതിൻ്റെ അകത്ത് കുറച്ച് പുല്ലൊക്കെ പറിച്ച് ഒഴിവാക്കാനുണ്ടായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. അതിൻ്റെ ഇടയിൽ ബാബുവിന് വേറെ കുറേ പണികളുണ്ടാവും, പുറത്തെ കാര്യങ്ങളൊക്കെ ബാബുവാണ് നോക്കുന്നത്. ഞാൻ ഈ എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ചെറിയ ചില്ലറ പണികളൊക്കെ എടുക്കും. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. കരിഞ്ഞിലകൾ പഴുത്തലകളൊക്കെ ചെടീൻ്റെ ഒക്കെ എടുത്ത് ഒഴിവാക്കും. ഏതെങ്കിലും എന്താ പറയുക ഇൻഫെക്ഷനൊക്കെ ചെടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഇന്ന ചെടിക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഡോക്ടറെ പണിയൊക്കെ ഞാൻ എടുക്കലുള്ളൂ. ഇപ്പം നോക്കിയേ, നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭംഗിയും പച്ചപ്പും തെളിച്ചവും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെടി നനച്ചിട്ടും കാര്യമില്ല, അതിന് നല്ലൊരു മഴ പെയ്ത് തോരന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും ഭംഗിയിൽ നമ്മുടെ ഗാർഡൻ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഗാർഡനിൽ കുറേ ഭാഗത്ത് പേൾ ഗ്രാസ് നമ്മൾ നട്ടതൊക്കെ ഇങ്ങനെ പോയത് കാണില്ലേ, അത് പോയതല്ല, നമ്മൾ പറിച്ച് കളഞ്ഞതാണ് കേട്ടോ. കാരണം ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യലുണ്ട്, ഇടയ്ക്ക് അതിൻ്റെ ഇടയിലൊക്കെ കള വരുന്ന സമയത്ത് നമ്മൾ ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പറിച്ച് കളയും. അത് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് പേൾ ഗ്രാസ് സ്പ്രെഡ് ചെയ്തിട്ട് നീറ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ പേൾ ഗ്രാസ് നടുന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ, അത് കാണാത്തവർ പോയി കാണണം കേട്ടോ. വെറും 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ 100 രൂപ കൊണ്ടാണ് ഈ ഗാർഡൻ മൊത്തം നമ്മൾ പേൾ ഗ്രാസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ, എന്തായാലും യൂസ്ഫുൾ ആവും. ഇനിയിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ലെങ്കിലും എവിടെന്നെങ്കിലും കാണുമ്പോൾ കുറച്ച് ഗ്രാസ് ഇതേപോലെ അവരോട് ചോദിച്ചിട്ട് കുറച്ച് പറിച്ചെടുത്താൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഏരിയ വേണമെങ്കിലും, കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗാർഡൻ അത് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമേ. ഇവിടെ തന്നെ ആളുകൾ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് വന്ന് നമ്മളോട് ചോദിക്കലുണ്ട് പേൾ ഗ്രാസ് പറിച്ചോട്ടെ എന്ന്. അപ്പോൾ നമ്മൾ അവർക്ക് പറിച്ച് കൊടുക്കാറുണ്ട്. എന്ത് രസമല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, മാഷാല്ലാ. ഇത് കണ്ടോ, ആ താമര ഇപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ബാബു ഒരു തണ്ട് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരി കുട്ടി ഇപ്പോൾ നിൽക്കണണ്ടില്ലേ, നല്ല ഭംഗിയുള്ള താമരയാണ് കേട്ടോ ഇത് അതേപോലെ ഇനി ഉണങ്ങാൻ തുടങ്ങുമല്ലോ. ഇപ്പം ഇത് നല്ലൊരു പിങ്ക് കളറിലല്ലേ നിൽക്കുന്നത്, ഇനി ഇത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ, വാടാൻ തുടങ്ങുമ്പോൾ ഇതൊരു വയലറ്റ് കളറാവും. ശരിക്കും പക്ക വയലറ്റ് കളറാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്കിപ്പോൾ ഒരാളോട് ഇത് വയലറ്റ് കളർ പൂവല്ല, ഇതൊരു പിങ്ക് പൂവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, അത്രക്കും വയലറ്റ് കളറിലേക്ക് അത് മാറി കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു പൂവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വീടിൻ്റെ അടുക്കള വശത്തുള്ള മുറ്റത്തേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ കുളത്തിൽ വെള്ളം നിറഞ്ഞോ ഇല്ലേ എന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുളകിൻ്റെ തൈകളാണ് കേട്ടോ. നമ്മൾ ആദ്യം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്ന മുളകിൻ്റെ തൈകളാണ്. അതൊക്കെ ഇങ്ങനെ ഒരുമാതിരി മുരടിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് മുളക് വെറുത്തു പോയിട്ടോ. ഇനി നമുക്ക് അവിടെ നിരത്തി ഇങ്ങനെ ഈ മുളകൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വരിക്ക് മറ്റേ ചുവന്ന ചീര ഉണ്ടല്ലോ അത് നട്ടാ വിചാരിച്ചത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, ചെടി പോലെ ഇങ്ങനെ നല്ല പിങ്ക് കളറിൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് അടുക്കളയിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് അരിഞ്ഞു കൊണ്ടുപോയി ഉണ്ടാക്കാനും പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഇനി അടുത്ത പ്ലാന്. ബാബു ഇവിടെ കുളത്തിലുള്ള വെള്ളം പുറത്തേക്ക് അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വലിയ പുല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് പറിച്ച് കളയാമെന്ന് വിചാരിച്ച് വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ മേലേക്ക് വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറിച്ച് കളയാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ വെള്ളം ബാബു ഇങ്ങനെ മോട്ടറിട്ടിട്ട് പുറത്തേക്ക് അടിച്ച് കളയാണ് കേട്ടോ. കുറച്ച് വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവിടെ ചാരി കുറേ ടൈൽസൊക്കെ ഇങ്ങനെ പീസുകൾ വെച്ചിട്ടില്ല, അത് നമ്മൾ വീട് പണീൻ്റെ സമയത്ത് ബാക്കി വന്നിട്ടുള്ള ടൈൽസൊക്കെയാണ്, അത് നമുക്കിനി ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ബാബു എന്താ പറയുക അടുക്കി പെറുക്കി വെച്ചിട്ട് മുകളിലേക്ക് കയറ്റാൻ കേട്ടോ. മതിലിൻ്റെ മുകളിൽ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിൽ. ഇപ്പോൾ നമ്മൾ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പുല്ലിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കണ കാണാൻ നല്ല രസമില്ലേ. ഞാൻ പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ മദ്രസിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ പുല്ലിൽ വെള്ളം നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ചവിട്ടി ഇങ്ങനെ പോകും, ചവിട്ടി തെറിപ്പിച്ച് ഇങ്ങനെ പോകും. ഭയങ്കര രസമല്ലേ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോയി ഞാൻ. അപ്പം എന്താ പറയുക, ഞാൻ വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞിട്ട് വേണം, മുഴുവനായിട്ട് അടിച്ച് കളയില്ല, കുറച്ചൊക്കെ അടിച്ച് കളഞ്ഞിട്ട് വേണം ആ പുല്ലൊക്കെ പറിച്ച് അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ. മഴക്കാലത്ത് ഞാൻ എൻ്റെ നല്ല വ്യൂസൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ രാവിലെ കുറച്ച് ഇത് ഉപ്പേരി ഉണ്ടാക്കാനുള്ളത് അരിഞ്ഞ് വെച്ചതാണ് ഉച്ചക്കുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. അടുക്കള ഭാഗത്ത് ഇങ്ങനെ ഒരു ഗാർഡൻ വേണമെന്നുള്ളത് എനിക്ക് അതേ നിർബന്ധം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ കൂടുതൽ സമയത്തും അടുക്കളയിലാണല്ലോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു രസമൊക്കെ വേണ്ടേ. ഫ്രണ്ടിലുള്ള ഗാർഡൻ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ കൂടുതലും എന്താ പറയുക, കുറ്റിക്കുരുമുളക്, പച്ചമുളക്,
പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന രമ്പയില, കറിവേപ്പില, കറ്റാർവാഴ, പിന്നെ എന്താ പറയുക ചീര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പുറകിലേക്ക് നമ്മൾ നട്ടിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേ ചെടികളും കൂടി അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എത്ര സ്ഥലമില്ല എന്ന് പറഞ്ഞാലും ഉള്ള സ്ഥലപരിമിതിയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഒരു ഓപ്പൺ ഫാമിലി ലിവിങ് ഏരിയ പെർഫെക്റ്റ് ആയിട്ടും മിനിമൽ ആയിട്ടും എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. അതിലിപ്പോൾ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഓപ്പൺ ആയിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ പോകുന്നത്, അപ്പോൾ അത് ഓപ്പൺ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. സോഫയ്ക്കും ടി വിക്കും ഇടയിൽ വിടേണ്ട ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടണൊക്കെ അമർത്തി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്